ഒരുപിടി മനോഹരമായ ഗാനങ്ങൾ മലയാളിക്ക് ഒരിക്കലും മറക്കാത്ത ഗാനങ്ങൾ സമ്മാനിച്ച സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. ഭക്തിഗാനങ്ങൾ, പ്രത്യേകിച്ചും അയ്യപ്പ ഭക്തിഗാനങ്ങളിൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച, എല്ലാ കാലവും നിലനിൽക്കുന്ന അതിമനോഹരമായ ഭക്തിഗാനങ്ങൾ സംഭാവന ചെയ്ത വ്യക്തിത്വമായിരുന്നു ബിനിൽ. ഇതെപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? മൂർത്തി, നമ്മളിപ്പോൾ കേട്ടതുപോലെ മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാത്ത 1000 ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത ആ വ്യക്തിയാണ് നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. രാവിലെ 5:30 അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത്. മകൻ മനോജ് കെ ജയന്റെ തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു KG ജയൻ ഉണ്ടായിരുന്നത്. ഏറെക്കാലമായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. ഇപ്പോൾ മൃതദേഹം കാക്കനാട്ടെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെയായിരിക്കും സംസ്കാരം. വൈകിട്ട് തൃപ്പൂണിത്തുറയിൽ സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംസ്കാര സമയം സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ നാളെ രാവിലെ 6:30 KG ജയന്റെ മൃതദേഹം തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും. മനോജ് കെ ജയന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഉച്ചവരെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. അതിനുശേഷം പൊതുദർശനം നടക്കും. തൃപ്പൂണിത്തുറ ലായം ഗ്രൗണ്ടിലാണ് പൊതുദർശനത്തിനുള്ള ആലോചന നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പൊതുദർശനം. വൈകിട്ടോടുകൂടി സംസ്കാരം ഉണ്ടാകും. ആ സംസ്കാര സമയത്തിന്റെ കാര്യത്തിൽ അല്പസമയത്തിനകം തീരുമാനം വരികയും ചെയ്യും. മോദി. ശരി ബിനിൽ.